ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദ സ്റ്റൈൽ സ്കെച്ചർ. സാരിയുടെ പ്ലീറ്റ്സ് എങ്ങനെ വളരെ ഈസി ആയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. സാരി എടുക്കുന്ന ടൈമിലാണ് നമ്മൾ യൂഷ്വലി സാരിയുടെ പ്ലീറ്റ്സ് എടുക്കുന്നതും പിന്നെ തോന്നിയതുപോലെയൊക്കെ എങ്ങനെയൊക്കെ കൊടുത്ത് നമ്മൾ ഫങ്ഷൻസിനൊക്കെ പോകുന്നത്. പക്ഷേ ഞാൻ വളരെ ഈസി മെത്തേഡാണ് കേട്ടോ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഇതിൽ നമ്മൾ തലേദിവസം തന്നെ സാരിയുടെ പ്ലീറ്റ്സ് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ആ ദിവസം ഉടുത്തിട്ട് പോകാനായിട്ട് പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കോട്ടൺ സാരിയാണ് കേട്ടോ. കാരണം അതിൽ പ്ലീറ്റ്സ് എടുക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഈ ഒരു മെത്തേഡ് ചെയ്തു തുടങ്ങിയപ്പോൾ മുതൽ പ്ലീറ്റ്സ് എടുക്കാൻ വളരെ ഈസിയുമാണ്. അതുപോലെ തന്നെ നമുക്ക് കോട്ടൺ സാരീസ് ഉടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് നല്ല കംഫർട്ടാണ് കോട്ടൺ സാരീസ്. നല്ല ഷേപ്പിൽ കിട്ടുന്ന ഒരു സാരിയാണ് കോട്ടൺ സാരി. ആ ഒരു ഷേപ്പിലും അതുപോലെ ഒരു കംഫർട്ട്നെസ്സും ഒന്നും ഷിഫോൺ സാരിയും ജോർജറ്റ് സാരീസും ഒന്നും ഉടുക്കുമ്പോൾ നമുക്ക് കിട്ടാറില്ല. കാരണം അതിങ്ങനെ ഒരുമാതിരിയാണ് ഇരിക്കുന്നത്. പ്ലീറ്റ്സൊക്കെ കറക്റ്റായിട്ടൊന്നും വരത്തില്ല. പക്ഷേ കോട്ടൺ സാരിയിൽ നല്ല പ്ലീറ്റ്സൊക്കെ നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ വടി പോലെ തന്നെ സാരീസ് നിൽക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വളരെയധികം നല്ല ഭംഗിയാണ് കാണാനായിട്ടും. പിന്നെ നമുക്ക് കൂടുതലും കോട്ടൺ സാരീസ് ഉടുക്കാനായിട്ട് നമുക്കൊരു ഇൻട്രസ്റ്റും തോന്നും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതിനകത്ത് ഓളെന്ന് പറയുന്ന ഓപ്ഷൻ എനേബിളും കൂടി ചെയ്യുക. അപ്പം ഞാൻ ഇന്ന് പ്ലീറ്റ്സ് സെറ്റ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന സാരി എന്ന് പറഞ്ഞാൽ സിൽക്ക് സാരിയാണ് കേട്ടോ. ഇത് ആർട്ട് സിൽക്ക് സാരിയാണ്. സാരി സെറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ അയൺ ബോക്സിലൊന്ന് ചെറിയൊരു പണികളൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ട്. അയൺ ബോക്സിൽ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. കോട്ടൺ, ലിനൻ, അതുപോലെ തന്നെ സിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കാണും. അപ്പോൾ നമ്മൾ ഏത് സാരി ആണോ സെലക്ട് ചെയ്യുന്നത് ആ സാരിയുടെ മെറ്റീരിയലിനനുസരിച്ചുള്ള ഓപ്ഷൻ അതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ സിൽക്ക് സാരി എടുത്തിരിക്കുന്നതുകൊണ്ട് ഇതിൽ സോഫ്റ്റ് സിൽക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സാരീസ് ഏത് തന്നെ ആയാലും നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഒരു നെറ്റോ യൂസ് ചെയ്ത് വേണം നമ്മൾ അയൺ ചെയ്യാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സാരീസൊക്കെ ഡാമേജ് ആകാനായിട്ട് കാരണമാവും. അപ്പം ഞാൻ ഇപ്പോൾ അതിൽ ഒന്നും വെക്കുന്നില്ല, ന്യൂസ് പേപ്പർ ഒന്നും വെച്ചിട്ടല്ല ഞാൻ എടുക്കുന്നത്. കാരണം ഇത് ഇല്ലെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നോർമലി എങ്ങനെയാണ് അയൺ ചെയ്യുന്നത് അതുപോലെയാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ സാരിയുടെ മുന്താണി എടുക്കുക. മുന്താണിയുടെ നല്ല ഭാഗമായിരിക്കണം നമ്മൾ ആദ്യം ടേബിളിലേക്ക് വിരിച്ചിടേണ്ടത്. എന്നിട്ട് അതിലാണ് നമ്മൾ ഇനി പ്ലീറ്റ്സ് പിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ വരുന്ന പോർഷൻ ഉണ്ടല്ലോ, ഫ്രണ്ടിൽ വരുന്ന പോർഷനിൽ നമ്മൾ ആ ഒരു ബോർഡർ നമ്മൾ ചില ആൾക്കാർ നല്ല ആ ബോർഡർ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചായിരിക്കും സാരി എടുക്കുന്നത്. ചിലവർ അത് തിന്നായിട്ട് എടുത്തിട്ടായിരിക്കും. അത് ചിലർ ഓരോരുത്തരുടെയും കംഫർട്ട് അനുസരിച്ചാണ് ആ ബോർഡർ അങ്ങനെ സെലക്ട് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ബോർഡർ കംപ്ലീറ്റ് കാണുന്ന രീതിയിലാണ് ഞാൻ ബോർഡർ എടുത്തിരിക്കുന്നത്. പിന്നെ അതിനകത്തോട്ട് വരുന്ന പ്ലീറ്റ്സ് എല്ലാം ചെറുതായിട്ടുമാണ് എടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു 8-9 പ്ലീറ്റ്സൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇങ്ങനത്തെ ഈ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് എത്രയാണോ നമുക്ക് ആ ബോർഡർ വേണ്ടത് അത്രയും നമുക്ക് എടുത്തതിന് ശേഷം ആ ഒരു ഭാഗത്ത് വെച്ച് നമ്മൾ സാരിയുടെ മറ്റേ അറ്റം നമ്മൾ കൊണ്ടുവന്ന് മടക്കി വെക്കുകയാണ്. മടക്കി വെച്ചിട്ട് ആ മടക്ക് വരുന്ന ഭാഗത്ത് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു നല്ലൊരു ഫോൾഡ് വീഴും. പിന്നെ ആ മടക്കിയ ഭാഗം നേരെ എടുത്ത് നമ്മൾ ആ ബോർഡറിൻ്റെ അടുത്തേക്ക് വീണ്ടും കൊണ്ട് മടക്കുക. എന്നിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ കംപ്ലീറ്റും ഇതുപോലെ ഫോൾഡ് ചെയ്ത് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നല്ല കുറേ മടക്കുകളകത്ത് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഈ സാരി അങ്ങോട്ട് ഓപ്പൺ ചെയ്തിടുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഇഷ്ടംപോലെ മടക്കുകൾ ഇങ്ങനെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് ഈ മടക്കിലൂടെ വേണം നമുക്കിനി പ്ലീറ്റ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പതുക്കെ നമ്മൾ പ്ലീറ്റ്സ് ഓരോ ഫോൾഡ് നോക്കി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. 8-9 പ്ലീറ്റ്സൊക്കെ നമുക്ക് കിട്ടും നോർമലി. അതിനുശേഷം നമുക്ക് നല്ലൊരു സേഫ്റ്റി പിന്ന് വെച്ച് നമുക്കത് സെറ്റ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ഭാഗം സാരിയുടെ ആ ഭാഗത്ത് നമ്മൾക്കതുപോലെ തന്നെ വിരിച്ചിട്ടിട്ട് അതും കൂടെ ഒന്ന് അയൺ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നൊക്കെ നമുക്ക് കുത്താം. അതല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് അതൊന്ന് അയൺ ചെയ്ത് കൊടുത്ത് സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം വളരെ ഈസി ആയിട്ട് സാരിയുടെ പ്ലീറ്റ്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കോട്ടൺ സാരി ആണെങ്കിലും സിൽക്ക് സാരി ആണെങ്കിലും ഒക്കെ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒതുങ്ങി നമുക്ക് സാരി ഉടുക്കാനായിട്ട് നമുക്ക് പറ്റും.